ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഏതാണ്ട് 17ഓളം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ചോദ്യവും ഒറ്റ ക്ലാസ്സിൽ ഞാൻ കവർ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ ഒരു 2 പാർട്ടായിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് വേണം ചോദ്യം ചെയ്യാനായിട്ട് നിൽക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് കാണും, പക്ഷേ നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല. ഐഡിയ കിട്ടാതെ വരുമ്പോഴത്തേക്കും നമുക്കത് പാടായിട്ട് തോന്നും. അപ്പോൾ പിന്നെ ഈ പറയുന്ന ചാപ്റ്റർ ക്വസ്റ്റ്യനൊക്കെ ഒഴിവാക്കാനായിട്ട് തോന്നും. അപ്പോൾ അതുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ സ്കൂളിൽ നിന്നായാലും ശരി, ട്യൂഷൻ ക്ലാസ്സിൽ നിന്നായാലും ശരി, നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ടായാലും ശരി, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഈ പറയുന്ന തിയറി പോർഷൻസ് അത്രയും നിങ്ങൾ ഓക്കെ ആയിരിക്കണം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം: എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, മൂവ്സ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ ഇഫ് ഇറ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റേഴ്സ് ഇൻ 20 സെക്കൻഡ്സ്. അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരു കാറുണ്ട്, അത് റെസ്റ്റിൽ നിന്ന് മൂവ് ചെയ്യുകയാണ്, യൂണിഫോം ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കാറിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. നമ്മളിത് പറയുന്നുണ്ട്, ആ കാറ് 200 മീറ്റർ ദൂരം 20 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ളത് ആക്സിലറേഷനാണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ചോദ്യം വായിക്കുക, നന്നായി വായിക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, തന്നിട്ടുള്ള കാര്യങ്ങളെടുത്ത് എഴുതുക. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് അല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. റെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 മീറ്റർ പെർ സെക്കൻഡാണ് അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അടുത്ത പിന്നെ എന്താ തന്നിട്ടുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ കാർ തന്നിട്ടുണ്ട് അല്ലേ, എത്രയാണത്? അത് 200 മീറ്റർ ദൂരം സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് എത്രയാണ്? 20 സെക്കൻഡ് സമയം കൊണ്ടാണ് അത് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ എത്ര എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് a=v-u/t ഒക്കെ ഉണ്ട്, അതിവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻസ് ഓഫ് മോഷനാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇക്വേഷൻസ് ഓഫ് മോഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എത്ര ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്? മൊത്തം ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് എത്രയാണ്? അത് 3 എണ്ണം ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ? ഒന്ന് v=u+at, അതിവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്ക് v അറിയില്ല. അടുത്ത് s=ut + ½ at² എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം, കാരണം നമുക്കിവിടെ എന്താ ഉള്ളത്? നമുക്കിവിടെ എസ് ഉണ്ട്, യു ഉണ്ട്, ടി ഉണ്ട്. കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, s=ut + ½ at². അത് എസ് എന്ന് വെച്ചാൽ എത്രയാണ്? 200 അപ്പോൾ 200 യു എത്രയാണ്? 0. അപ്പോൾ 0ൻ്റെ കൂടെ ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 ആയിട്ട് മാറും അല്ലേ. +½ ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ടൈമിൻ്റെ സ്ക്വയർ. ടൈം എത്രയാണ്? 20. അപ്പോൾ നമ്മൾ എന്താ എടുക്കാൻ പോകുന്നത്? 20ൻ്റെ സ്ക്വയറാണ് എടുക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 200 = ഒന്നാമത്തെ ചോദ്യമാണ്, ഞാൻ ചോദ്യത്തിൻ്റെ നമ്പർ ഇവിടെ മാർക്ക് ചെയ്യും. അപ്പോൾ 200 = എന്താണ്? 0 + ½ ഇൻറ്റു a ഇൻറ്റു t² എന്ന് വെച്ചാൽ 20ൻ്റെ സ്ക്വയർ എത്രയാണ്? 400 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 400 എന്ന് കിട്ടും. സോ ഈ പറയുന്ന 200 = 1/2 ഇൻറ്റു a ഇൻറ്റു 400. ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. എന്ത് ചെയ്യാം? ഈ 2 വെച്ച് 400നെ വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 200 കിട്ടും. ഇനി കണ്ടുപിടിക്കാനുള്ളത് എ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കൂടെയുള്ള 200 ഞാൻ എന്താ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ട് ചെയ്യാം, കൺഫ്യൂഷൻ വരുത്തണ്ട. 200 അപ്പോൾ എത്ര കിട്ടും? 200 a എന്ന് കിട്ടും. a കണ്ടുപിടിക്കാനായിട്ട് 200നെ =ൻ്റെ ഇപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ എന്ത് പറ്റും? 200 ഡിവിഷനായിട്ട് പോകും. സോ എന്ത് വരും? 200 പിന്നെ ബൈ എന്താണ്? 200 a എന്ന് കിട്ടും. ഓർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റി എഴുതാം. a എത്രയാണ്? 200/200 എന്ന് വെച്ചാൽ 1 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ത് ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ. അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, ഓക്കെ, മൂവ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ആഫ്റ്റർ 10 സെക്കൻഡ്സ്? അല്ലേ, ഒരു കാർ വീണ്ടും എന്ത് ചെയ്യാണ്, റെസ്റ്റിൽ നിന്ന് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ അവിടെയും നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിട്ട് തന്നെ എടുക്കാം? 0 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കാം. അതിനൊരു ആക്സിലറേഷൻ ഉണ്ട്, തന്നിട്ടുണ്ട്. എത്രയാണ് അത്? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിലാണ് അത് പോകുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 10 സെക്കൻഡ് കഴിയുമ്പോഴേക്കും എത്രയായിരിക്കും എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ കണ്ടുപിടിക്കാനുള്ളത് വി ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്താണ്, ഇക്വേഷൻസ് ഓഫ് മോഷൻ തന്നെയാണ് ഉപയോഗിക്കാനായിട്ടുള്ളത്. ഏത് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് ഉപയോഗിക്കാം? നമുക്ക് അറിയാമെന്നുള്ള സിമ്പിൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ തന്നെ മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? കാരണം അതെ, അത് തന്നെ മതിയാകും. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ പറയുന്നത് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. സോ ഇവിടെ വി ഇസ് ഈക്വൽ ടു യു എത്ര? 0 പ്ലസ് എ എത്ര? 2 ഇൻറ്റു ടി എത്ര? 10. സോ വി ഇസ് ഈക്വൽ ടു 0 പ്ലസ് 2 ഇൻറ്റു 10 എത്രയാണ്? 20. സോ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്, ഒബ്ജക്റ്റിൻ്റെ 10 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വെലോസിറ്റി. മൂന്നാമത്തെ ചോദ്യം, 3 ഡിഫറൻറ്റ് ഗ്രാഫ്സ് related to the motion of a vehicle are given below. Analyze the graph and find the characteristics of the motion. Okay, ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ഗ്രാഫുകൾ നമ്മൾ നോക്കിയിട്ട് ഇവിടുത്തെ മോഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറയണം. ഫസ്റ്റ് ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സമയത്തിനനുസരിച്ച് വെലോസിറ്റി ഒരു നിശ്ചിത അളവിൽ കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് മോഷനാണ്? അത് യൂണിഫോം എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ ആണ്, അല്ലേ? അതെന്താണൊരു യൂണിഫോം ആക്സിലറേഷൻ ആണ്. രണ്ടാമത്തെ കേസിലും എന്ത് ഗ്രാഫ് തന്നെയാണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാണ്? ഒരു നിശ്ചിത അളവിൽ കുറഞ്ഞു വരികയാണ്, അല്ലേ? അപ്പോൾ എന്താണ്, യൂണിഫോം ആക്സിലറേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം. അപ്പോൾ യൂണിഫോം എന്താണ്? ആക്സിലറേഷൻ. അതിൻ്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയാം. എന്ത് പറയാം? നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? ഡീസിലറേഷൻ എന്നും നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പറയാം. മൂന്നാമത്തെ കേസിൽ കാണുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. പക്ഷേ ഇവിടെ എന്താ പറ്റുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫ് കൂടുന്നു കുറയുന്നു, കൂടുന്നു കുറയുന്നു. അപ്പോൾ എന്താണത്? അത് നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണ്. എന്താണത്? അത് നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണ്. കാരണം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് തരുന്നത് ആക്സിലറേഷൻ ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം നോക്കാം. എ ഗ്രാഫ് റിലേറ്റഡ് ടു മോഷൻ ഓഫ് എ കാർ എ ആൻഡ് ബി ഈസ് ഗിവൺ, അല്ലേ? അപ്പോൾ എയും ബിയും എന്ന് പറയുന്ന രണ്ട് കാറുകളുടെ മോഷൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമുക്കിവിടെ എന്ത് ചെയ്യണം? ഈ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ഇപ്പോൾ ഗ്രാഫ് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യാൻ നോക്കാം. ഇത് എന്ത് ഗ്രാഫാണ്? ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഇത് ഇങ്ങനൊരു ലൈൻ വന്നു കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് എന്തിനെയാണ്? അത് ആക്സിലറേഷനെയാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത്രയും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ചോദ്യത്തിലോട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് കാർ ഹാസ് മോർ ആക്സിലറേഷൻ ആൻഡ് വൈ? ഇതിൽ ആർക്കാണ് കൂടുതൽ ആക്സിലറേഷൻ? എന്താണ് ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഡെഫിനിഷൻ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഇതാണല്ലോ നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി രണ്ട് ഗ്രാഫുണ്ട്. ഇതിൽ നമുക്ക് ഒന്നുകിൽ മനസ്സിലാക്കി ഉത്തരം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സിമ്പിൾ ട്രിക്ക് ആദ്യം പറഞ്ഞുതരാം. ആർക്കാണോ സ്ലോപ്പ് കൂടുതൽ അവർക്കാണ് എന്ത്? ആക്സിലറേഷൻ കൂടുതൽ. എന്ന് വെച്ചാൽ ആരാണോ കൂടുതൽ ചരിഞ്ഞിരിക്കുന്നത് അവനാണ് എന്ത്? ആക്സിലറേഷൻ കൂടുതൽ. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, കാറ് ബിയും ഉണ്ട് എയും ഉണ്ട്. ആരുടെ ചരിവാണ് കൂടുതൽ? എയുടെ ചരിവാണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? അത് കാർ എ ആണ്. കാരണം എന്താണ്? ഇറ്റ് ഹാസ് മോർ സ്ലോപ്പ്, അല്ലേ? ഇറ്റ് ഹാസ് മോർ സ്ലോപ്പ് കൂടുതലാണ്. ഇനി ഈ സ്ലോപ്പ് കൂടുതൽ എങ്ങനെയാണ് ആക്സിലറേഷൻ കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ബി എന്ന് പറയുന്ന കാറ്, ബി എന്ന് പറയുന്ന കാറ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയത് ഇവിടെ മുതൽ ഇവിടെ വരെ, അതായത് ഏതാണ്ട് ഒരു മൂന്നാമത്തെ സെക്കൻഡ് തൊട്ട് ഈ പറയുന്ന 4, 5, 6, 7 ഏഴാമത്തെ സെക്കൻഡ്, അപ്പോൾ 3 സെക്കൻഡ് തൊട്ട് 7 സെക്കൻഡ് വരെയുള്ള സമയം കൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന വെലോസിറ്റിയിൽ എത്തിയത്. അതായത് എത്ര? 1, 2, 3, 4, 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി എത്ര സമയം എടുത്തു? 7, അല്ലേ? 3 കഴിഞ്ഞപ്പോൾ എത്രയാണ്? 4, 5, 6, 7 ഏതാണ്ട് 4 സെക്കൻഡ് സമയം കൊണ്ടാണ്
എന്ത് ചെയ്തത് 5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ എത്തിയത്. എന്നാൽ എ എന്ന കാർ നോക്കിയേ, അതെവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്? 3, 4, 5 അഞ്ചാമത്തെ സെക്കൻഡ് തൊട്ട് 6, 7 2 സെക്കൻഡ് സമയം കൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ പറഞ്ഞ 5 മീറ്റർ പെർ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്ത്. രണ്ടുപേരും 0-ൽ നിന്ന് 5 മീറ്റർ പെർ സെക്കൻഡ് വേഗത എത്താനായിട്ട് ബി എന്ന കാറിന് 4 സെക്കൻഡും എ എന്ന കാറിന് 2 സെക്കൻഡും എടുത്തുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്ക്, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വെലോസിറ്റിയിൽ എത്തിയത് ആരാണ്? അല്ലെങ്കിൽ പെട്ടെന്ന് വെലോസിറ്റി എത്തിയത് ആരാണ്? എ ആണല്ലേ. അപ്പോൾ നമുക്ക് തന്നെ പറയാമല്ലേ, പിന്നെ കുറച്ച് സമയം കൊണ്ട് ഈ വെലോസിറ്റിയൊക്കെ ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ എന്താണ് ആക്സിലറേഷൻ ആലോചിച്ച് നോക്കിയേ, ഒരുത്തം പതുക്കെ പോവുകയാണ്, മറ്റൊരുത്തം ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചേക്കുകയാണ്. അപ്പോൾ അവൻ സ്പീഡിൽ എത്തും, അല്ലെങ്കിൽ പെട്ടെന്ന് സ്പീഡ് അച്ചീവ് ചെയ്യും. സോ ആ ലോജിക്ക് വെച്ച് നോക്കിയാൽ എ തന്നെയാണ്. അല്ല, ഗ്രാഫിൽ നിന്ന് നോക്കിയപ്പോൾ സ്ലോപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എ ആണെന്നുള്ള കാര്യം കൺഫേം ചെയ്യാം. ക്വസ്റ്റ്യൻ: റീഡ്രോ ദ ഗ്രാഫ് ബൈ ചേഞ്ചിങ് ദ സ്കെയിൽ ആൻഡ് കമ്പയർ ദ ഗ്രാഫ്. ആ സ്കെയിൽ മാറ്റിയിട്ട് ഇതൊന്ന് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നതാണ്. അതിപ്പോൾ ഞാനിപ്പോൾ വരച്ച് മെനക്കിടുന്നില്ല, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, അങ്ങ് വരച്ച് നോക്കും. സ്റ്റോപ്പ് മാറ്റിയിട്ട് ഇപ്പോൾ 1, 2, 3 എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് 0.5, 1, 1.5, 2, 2.5 അങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഗ്രാഫിനൊന്ന് വരയ്ക്കുമ്പോൾ കുറച്ച് വലിയൊരു ഗ്രാഫ് കിട്ടും. അത് നിങ്ങൾ തന്നെ ഒന്ന് വരച്ച് നോക്കും. ഇനി വരച്ച് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ പറ, നമുക്ക് എന്ത് ചെയ്യാം, അത് പിന്നീട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കാനുള്ള ഗ്രാഫ് വരയ്ക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനുവേണ്ടി സമയം കളയുന്നില്ല, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഒബ്സർവ് ദ ഫിഗർ. എ ചൈൽഡ് റൺസ് അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് സർക്കംഫറൻസ് 440 മീറ്റർ അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് ഈസ് 70 മീറ്റർ. ദ ടൈം ടേക്കൺ ടു റൺ ഫ്രം എ ആൻഡ് റീച്ച് എ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ത്രൂ ബി ഈസ് 80 സെക്കൻഡ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി. അമ്പമ്പോ, കാണുമ്പോൾ തന്നെ പേടിയാവും അല്ലേ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു ചൈൽഡ് ഉണ്ട്. ചൈൽഡ് എന്ത് ചെയ്യാണ്? ഈ സർക്കുലാർ പാത്തിൽ ഓടുകയാണ്. ഈ സർക്കുലാർ പാത്തിൻ്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ മൊത്തം ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 440 മീറ്ററാണ്. ഈ പറയുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് എന്ന് വെച്ചാൽ എന്താണ്? എവിടെ മുതൽ എവിടെ വരെയാണ് റേഡിയസ് എന്ന് വെച്ചാൽ? നടുക്ക് തൊട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് വരെയുള്ള ഈ ഒരു ദൂരമാണ് എന്ത് റേഡിയസ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 70 മീറ്ററാണ്. എന്നാൽ എയിൽ നിന്ന് ക്ലോക്ക് വൈസ് ദിശയിൽ ഓടി കറങ്ങി തിരിച്ച് എയിലെത്താൻ എടുത്ത സമയം എന്ന് പറയുന്നത് 80 സെക്കൻഡ് ആണെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര സഞ്ചരിച്ചു? നോക്കിയേ, ആലോചിച്ച് നോക്കിയേ. സർക്കിളിൻ്റെ സർക്കംഫറൻസ് കൂടിയാണ് ഓടിയത്. സർക്കംഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണല്ലോ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടി ഓടിയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും? അത് ഈ പറയുന്ന സർക്കംഫറൻസ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ എത്രയായിരിക്കും സർക്കംഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അത് 440 മീറ്റർ തന്നെ. എ ടു എ ഓടിയപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി തിരിച്ചെത്താൻ എത്ര ദൂരം സഞ്ചരിച്ചു? സർക്കംഫറൻസിൻ്റെ അത്രയും ദൂരം സഞ്ചരിച്ചു, 440 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്നല്ലേ നമ്മൾ എഴുതുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? 440 ആയിരിക്കുമോ? ഇല്ല, അത് എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം എ എന്ന പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് എ എന്ന പോയിന്റ് തന്നെ എത്തിയെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 0. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്പീഡ് എത്രയായിരിക്കും? സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? അത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. സ്പീഡ് എന്ന് വെച്ചാൽ എന്താണത്? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് എത്രയാണത്? 440 ബൈ ടൈം എത്രയാണ്? 80 സെക്കൻഡാണ് അല്ലേ. അപ്പോൾ എത്രയായിരിക്കും? 5.5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലായിരിക്കും സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കും? വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകുമ്പോൾ വെലോസിറ്റി എത്ര തന്നെ? 0 തന്നെ ആയിരിക്കും. കാരണം വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ദിശയെ ഡിപ്പെൻഡ് ചെയ്യും. ആദ്യത്തെ പോയിന്റ് തന്നെ തിരിച്ചെത്തി. അപ്പോൾ അവിടെ എന്തുണ്ട്? 0 ആണ് അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവില്ല എന്നൊക്കെ സംശയം വരും. എന്താണ് പൊസിഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കാരണം? അത് സെൻട്രിപിറ്റൽ ആക്സിലറേഷനും ഫോഴ്സും ഒക്കെ വരും. നമ്മളതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ തൽക്കാലം നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ എന്താണ്? മാഗ്നിറ്റ്യൂഡിനൊന്നും മാറ്റമില്ല. ദിശ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു ആക്സിലറേഷനും ഉണ്ട്. ആയിക്കോട്ടെ, ഇവിടെ ആക്സിലറേഷനെ പറ്റി ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളോട്ടൊന്നും പോകണ്ട. ജസ്റ്റ് മനസ്സിലാക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ വെലോസിറ്റിയും 0. ആറാമത്തെ ചോദ്യം. എ ട്രെയിൻ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. ഓക്കെ, അറ്റൈൻസ് എ സ്പീഡ് ഓഫ് 72 km/h ഇൻ 5 minutes. ഫൈൻഡ് ദ ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. ട്രെയിൻ നേരത്തെ ചെയ്ത പോലെ തന്നെ സിമ്പിൾ ചോദ്യമാണ്. തന്നിട്ടുള്ള ഡേറ്റുകൾ എടുത്ത് എഴുതുക. ട്രെയിൻ ആയാലും എന്തായാലും റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് എത്ര സ്പീഡ് അച്ചീവ് ചെയ്തു എന്നാണ് പറയുന്നത്? 72 km/h സ്പീഡ് അച്ചീവ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള ചോദ്യങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് നമുക്കറിയാം നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് km/h അല്ല, പകരം എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ km/h മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് മീറ്റർ പെർ സെക്കൻഡോട്ട് കിട്ടാൻ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു 72 × 5/18. വെട്ടിപ്പോകുമ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കിട്ടും. ഇവിടെ വെച്ച് യൂണിറ്റ് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്താലും ഉത്തരം തെറ്റും. ഓക്കെ,
അടുത്ത് സമയം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, എത്രയാണത്? 5 മിനിറ്റാണ്. സോ നിങ്ങൾക്ക് തന്നെ അറിയാം, മിനിറ്റ് ഇട്ട് നമ്മൾ ചെയ്യൂല, നമ്മൾ മിനിറ്റിന് എന്തിലോട്ട് മാറ്റണം? സെക്കൻഡിലോട്ട് മാറ്റണം. സെക്കൻഡിലോട്ട് മാറ്റി നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്മുടെ സമയം എന്ന് പറയുന്നത് 5 × 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ കണ്ടുപിടിക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഈ ആക്സിലറേഷൻ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല ഫോർമുല എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്, അല്ലെ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ് എന്ത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ച് നമുക്ക് എത്രയെന്നറിയാം? യു അറിയാം, വി അറിയാം, ടി അറിയാം. അപ്പോൾ ആക്സിലറേഷൻ എന്തായിരിക്കും? വി മൈനസ് യു ബൈ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു വി എത്ര? 20 മൈനസ് 0 ബൈ എത്ര? 300. സോ നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? 20/300. 0 വെട്ടിപ്പോവും. 2/30 നമുക്ക് 1/15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ഇവിടുത്തെ ആക്സിലറേഷൻ എടുക്കാം. ചോദ്യം ചെയ്ത് തീർന്നോ? ഇല്ല. ചോദ്യത്തിൽ എന്തുകൂടെ ചോദിക്കുന്നുണ്ട്? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുകൂടെ ചോദിക്കുന്നുണ്ട്. സോ ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷൻ എന്താണ്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു യു എത്രയാണ്? 0. അപ്പോൾ ഈ ടേം അത്രയും 0 ആയിട്ട് പോയി. പിന്നെ എന്തുണ്ട്? ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ്? 1/15 ഇൻറ്റു ടൈം എന്ന് വെച്ചാൽ എത്രയാണ്? 300. 300ൻ്റെ സ്ക്വയർ എടുക്കണം. 300ൻ്റെ എത്ര എടുക്കണം? സ്ക്വയർ എടുക്കണം. അപ്പോൾ 300ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 3ൻ്റെ സ്ക്വയർ 9. ഓക്കെ, 2 0. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 0 ആയിരിക്കും. സോ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം? വെട്ടാം. എസ് ഈസ് ഈക്വൽ ടു ഇവിടെ 1/2 ഇൻറ്റു 1/15 ഇൻറ്റു 90. അപ്പോൾ 15 വെച്ച് വേണമെങ്കിൽ നമുക്ക് 90 വെട്ടാം, അല്ലെങ്കിൽ ഈ 2നെയും 15 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 1/30 എന്ന് എടുത്ത് ചെയ്യാം. എങ്ങനെ ചെയ്താലും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എത്ര കിട്ടും? അത് 3000 മീറ്റർ എന്ന് കിട്ടും. ഓർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 3 കിലോമീറ്റർ. ഇതാണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് വരാം. അനലൈസ് ദ ടേബിൾ ആൻഡ് ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, ഈ ഒരു ടേബിൾ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഇവിടുത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒന്ന് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി ടൈം ഗ്രാഫ് ഒന്ന് വരയ്ക്കാം, എന്നിട്ട് ചോദ്യത്തിലോട്ട് വരാം. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഗ്രാഫ് മൊത്തം വരയ്ക്കാൻ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫിൽ ഒരു ആക്സിസിൽ ടൈമാണ് എടുക്കേണ്ടത്, ടൈം. അടുത്ത ആക്സിസ് എടുക്കാനുള്ളത് എന്താണ്? വെലോസിറ്റിയാണ്. വെലോസിറ്റിയും ടൈം എഴുതുമ്പോൾ തന്നെ യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ സെക്കൻഡിലാണെന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റിനെ 0 ആയിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് നോക്കുക, സമയം പോകുന്നത് 0, 2, 4, 6, 8, 11. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഏതാണ്ട് ഒരു ഈക്വൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് 2, 4, 6, 8, 10 മാർക്ക് ചെയ്യാം. അടുത്ത് മുകളിലത്തെ കേസിൽ എന്താണ് അവർ പറഞ്ഞേക്കുന്നത്? 10, 15, 20, 20, 20, 15 എന്നൊക്കെയാണ് പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5, 10, 15, 20, 25 എന്ന ലെവലിൽ പോകാം. എന്നിട്ട് പോയിന്റുകൾ ഓരോന്നായിട്ട് പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് 0 സെക്കൻഡ് സമയമായപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് 10 അപ്പോൾ 0 സമയം. ഓക്കെ, അപ്പോൾ സമയം എന്ന് പറയുന്നത് 0, വെലോസിറ്റി എന്ന് പറയുന്നത് 10. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇത് ഇവിടെ ആയിരിക്കും, അല്ലേ? സെക്കൻഡ് 2 സെക്കൻഡ് ആയപ്പോൾ എത്രയായിട്ട് മാറി? 15 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ആയിരിക്കും. 4ാമത്തെ സെക്കൻഡ് ആയപ്പോൾ എത്രയായിട്ട് മാറി? 20 ആയിട്ട് മാറി. സോ അത് ഏതാണ്ട് ഇവിടെ ആയിരിക്കും. 6ാമത്തെ സെക്കൻഡ് ആയപ്പോൾ എത്ര തന്നെയാണ്? 20 തന്നെയാണ്. 8ാമത്തെ സെക്കൻഡ് ആയപ്പോഴും എത്ര തന്നെയാണത്? 20 തന്നെയാണ്. 10ാമത്തെ സെക്കൻഡ് ആയപ്പോൾ എത്രയായിട്ട് കുറഞ്ഞു? അത് 15 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ ഏതാണ്ട് നമുക്കത് ഈ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഒരു ഷേപ്പായിരിക്കും നമ്മുടെ ഗ്രാഫിന് കിട്ടിയിട്ടുണ്ടാവുക, അല്ലേ? നിങ്ങൾ വരച്ചപ്പോൾ ഈ ഒരു ഷേപ്പ് തന്നെ അല്ലേ കിട്ടുന്നത്? ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. കൊള്ളാം, നല്ല ഗ്രാഫ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യത്തിലോട്ട് വരാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? അപ്പോൾ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഗ്രാഫ് വരയ്ക്കുക മാത്രമല്ല, ഫ്രം ദ ഗ്രാഫ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടെത്താനായിട്ടുണ്ട്. എന്തൊക്കെയാണ് കണ്ടെത്താനായിട്ടുള്ളത്? ഫസ്റ്റ്, ഫൈൻഡ് ദ ടൈം ഇൻ്റർവെൽ. ഫൈൻഡ് ദ
ടൈം ഇൻ്റർവൽ ഡ്യൂറിങ് വിച്ച് ദർ ഈസ് നോ ആക്സിലറേഷൻ. ഇതിൽ ആക്സിലറേഷൻ ഇല്ലാത്ത സമയം ഏതാണ്? സോ നമുക്കറിയാം ആക്സിലറേഷൻ ഇല്ലെങ്കിൽ വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ വെലോസിറ്റിക്ക് മാറ്റമില്ലാത്ത സെക്ഷൻ ഏതാണ്? ആദ്യത്തെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 10, 15, 20 എന്ന് പറഞ്ഞ് വെലോസിറ്റി കൂടുന്നുണ്ട്. എന്നാൽ 20-ന് ശേഷം ഇങ്ങോട്ടുള്ളത് ഇത്രയും ഭാഗം വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല? കൂടുന്നില്ല. അപ്പോൾ നമുക്കൊരു പേര് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? കൊടുക്കാം. ഇതിന് ഞാൻ എ എന്ന് വിളിച്ചു, ബി എന്ന് വിളിച്ചു, സി എന്ന് വിളിച്ചു, ഡി എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബി സി എന്ന് പറയുന്ന ഭാഗത്ത് ദർ ഈസ് നോ ആക്സിലറേഷൻ ബിക്കോസ് ദ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടൈം ഇൻ്റർവൽ ഡ്യൂറിങ് വിച്ച് ഡീസിലറേഷൻ ഒക്കേഴ്സ്. എവിടെയാണ് ഡീസിലറേഷൻ ഉണ്ടാകുന്നത്? വാട്ട് ഈസ് ഡീസിലറേഷൻ? നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ സ്പീഡ് കുറയുന്നു. എവിടെയാണ് സ്പീഡ് കുറഞ്ഞത്? അത് നമുക്കറിയാം, സിയിൽ നിന്ന് ഡിയിലോട്ട് നോക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സ്പീഡ് കുറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ. സിയിൽ നിന്ന് ഡിയിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്തു? 20 എന്നുള്ളത് 15 കുറഞ്ഞു. അപ്പോൾ സി ഡി എന്ന് പറയുന്ന ഭാഗത്താണ് എന്ത്? ഡീസിലറേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, എന്തുണ്ടാകുന്നത്? ഡീസിലറേഷൻ ഉണ്ടാകുന്നത് സിയിൽ നിന്ന് ഡിയിലോട്ട് പോകുമ്പോഴാണ്. ഓക്കെ, ഫ്രം ദ ഗ്രാഫ് ആൻഡ് ദ ടൈം ഇൻ്റർവൽ ഡ്യൂറിങ്. ഓക്കെ ഓക്കെ, അപ്പോൾ കൂടെ ക്വസ്റ്റ്യനിലെ ഒരു സെക്കൻഡ് ആണ്. നമ്മൾ ഈ ബി സി എന്നും സി ഡി എന്നൊന്നും കൊടുക്കണം. ചോദിച്ചേക്കുന്നത് ടൈം ഇൻ്റർവെല്ലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഫൈൻഡ് ദ ടൈം ഇൻ്റർവെൽ. ഏത് ടൈം ഇൻ്റർവെല്ലിലാണ് നോ ഡീസിലറേഷൻ? അപ്പോൾ എത്രയാണ്? 4 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയ്ക്കാണ്. ഓക്കെ, അപ്പോൾ 4 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയ്ക്കാണ് എന്ത്? നമുക്ക് എന്താണ്? ആക്സിലറേഷൻ ഇല്ലാത്ത സമയം. ഫൈൻഡ് ദ ടൈം ഇൻ്റർവെൽ ഡ്യൂറിങ് ദ ഡീസിലറേഷൻ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും അത്? അത് ഏറ്റവും അവസാനത്തെ ഭാഗമായിരിക്കും അല്ലേ. 8 to 10 അല്ലെ, 8 സെക്കൻഡിനും 10 സെക്കൻഡിനും ഇടയ്ക്കാണ് ഇതില്ലാത്തത്. ഫ്രം ദ ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ ദ 4th and 2nd സെക്കൻഡ്. ഓക്കെ, ഈ 4 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ പറയുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടുത്തെ എന്ത് കിട്ടും? നമുക്കവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നുള്ളത് കിട്ടുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ആണ്. ഇവിടുത്തെ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? അത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ അത് എത്രയായിട്ട് വരും? 20 × 4 അല്ലെ, 20 കാരണം എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലേ, ഇത്രയും ഭാഗം എന്ന് വെച്ചാൽ എത്രയാണ്? അത് 20 മീറ്റർ/സെക്കൻഡ് ആണ്. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 8 - 4 4 സെക്കൻഡാണ്. അപ്പോൾ 20 × 4 എന്ന് ചെയ്താൽ മതി. എത്ര കിട്ടും? അത് 80 മീറ്ററാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. എത്രയാണ്? 80 മീറ്ററാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 8ാമത്തെ ചോദ്യം. നമ്മൾ ഇന്ന് ഒരു 10 ക്വസ്റ്റ്യൻ നമ്മളിന്ന് ചെയ്യുന്നുള്ളൂ കേട്ടുള്ളൂ. ഓക്കെ, ബാക്കി 7 എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ് ചെയ്യാം. 8ാമത്തെ ചോദ്യം. ഫ്രം ഒബ്സർവ് ദ ഗ്രാഫ് ഒബ്സർവ് ചെയ്യുക. എന്താണ് തന്നേക്കുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. എന്ത് ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിട്ടുള്ളത്. എല്ലാം വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നെയാണ്. ശരി, വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പോവുകയാണ് അല്ലേ. വെലോസിറ്റിക്ക് മാറ്റമില്ല, അപ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ഇവിടെ വെലോസിറ്റി ഇങ്ങനെ സമയത്തിനനുസരിച്ച് കൂടുകയാണ്, അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ. ഇവിടെയാണെങ്കിൽ വെലോസിറ്റി ഇങ്ങനെ കൂടി കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇതാ കുറയുന്നു. അപ്പോൾ എന്താണ്? നമുക്ക് ഗ്രാഫ് മനസ്സിലായി. ഇനി ചോദ്യത്തിലോട്ട് വരാം. ഇൻ വിച്ച് ഗ്രാഫ് ഡസ് ദ ഒബ്ജക്റ്റ് ഹാവ് എ യൂണിഫോം ആക്സിലറേഷൻ? സിമ്പിൾ ചോദ്യമാണ് അല്ലേ. ഏത് ഗ്രാഫിലാണ് യൂണിഫോം ആക്സിലറേഷൻ ഉള്ളത്? അത് 2ാമത്തെ ഗ്രാഫിലാണ്. കാരണം എന്താണ്? വെലോസിറ്റി സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണ്. ഈ അടുത്ത 2ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? ഇൻ വിച്ച് ഗ്രാഫ് ഡസ് ദ ഒബ്ജക്റ്റ് ഹാവ് യൂണിഫോം വെലോസിറ്റി? യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റിക്ക് മാറ്റമില്ല. അത് ഏത് ഗ്രാഫിലാണ് വെലോസിറ്റിക്ക് മാറ്റമില്ലാത്ത? 1ാമത്തെ ഗ്രാഫിലാണ് അല്ലേ. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. നോക്ക്, സമയത്തിനനുസരിച്ച് ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ടേം എത്രയാണോ അത് തന്നെയാണ്. അപ്പോൾ എന്താണ്? 1ാമത്തെ പിക്ചറിലാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യാത്തത് അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ഉള്ളത്. 3ാമത്തെ ചോദ്യം എന്താണ്? ഡസ് ദ ഒബ്ജക്റ്റ് ഹാവ് ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ? അപ്പോൾ എപ്പോഴാണ് ആക്സിലറേഷൻ ഡീസിലറേഷൻ ഉള്ളത്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ. എപ്പോഴാണ് ആക്സിലറേഷൻ ഡീസിലറേഷൻ ഉള്ളത്? എപ്പോഴാണ്? 3ാമത്തെ ഫിഗറിലാണ് എന്ത് പറ്റുന്നത്? വെലോസിറ്റി കൂടിയപ്പോൾ ആക്സിലറേഷൻ ഉണ്ട് അല്ലേ. വെലോസിറ്റി കൂടുമ്പോൾ ആക്സിലറേഷൻ ഉണ്ട്. ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? കുറയുന്നു. സോ ദേർ ഈസ് ഡീസിലറേഷൻ. അപ്പോൾ ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. ഗ്രാഫിനെ പറ്റിയൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 9ാമത്തെ ചോദ്യം നോക്കാം. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇൻ ഒബ്ജക്റ്റ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഈസ് ഗിവൺ. ഐഡൻറ്റിഫൈ ദ റീജിയൻ ഓഫ് ദ ഗ്രാഫ് വെയർ ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് ആക്സിലറേഷൻ. സെയിം ടൈപ്പ് ചോദ്യം അല്ലേ. എവിടെയാണ് ആക്സിലറേഷൻ ഉള്ളത്? അത് ഈ ഓയിൽ നിന്ന് എയിലോട്ട് പോകുമ്പോഴാണ് എന്തുള്ളത്? ആക്സിലറേഷൻ ഉള്ളത്. അപ്പോൾ ഉത്തരം എന്താണ്? OA. അടുത്ത ചോദ്യം. എപ്പോഴാണ് യൂണിഫോം വെലോസിറ്റി ഉള്ളത്? എന്ന് വെച്ചാൽ വെലോസിറ്റി മാറ്റമില്ല. അതാണ് 50
മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി തന്നെ പോകുന്ന എവിടെ നിന്ന് എവിടെ വരെയാണ്? എന്താ ഈ ബി തൊട്ട് എ തൊട്ട് ബി വരെയാണ് അല്ലേ? ഫ്രം എ ടു ബി. സിമ്പിൾ ചോദ്യം അല്ലേ? എപ്പോഴാണ് ഡീസലറേഷൻ ഉള്ളത്? തൊട്ട് മുമ്പ് ചെയ്ത സെയിം ടൈപ്പ് അല്ലേ? തൊട്ട് മുമ്പ് ചെയ്തതിൻ്റെ അതേപോലത്തെ ചോദ്യമാണ്. എപ്പോഴാണ് ഡീസലറേഷൻ ഉള്ളത്? ബിയിൽ നിന്ന് സിയിലോട്ട് വരുമ്പോഴാണ് എന്തുള്ളത്? ഡീസലറേഷൻ ഉള്ളത്. അപ്പം ബി ടു സി ആണ് എന്തുള്ളത്? ഡീസലറേഷൻ ഉള്ളത്. അപ്പോൾ അടുത്ത 10ാമത്തെ ചോദ്യം. ഇറ്റ് ഈസ് നോട്ട് സേഫ് ഫോർ പെഡസ്ട്രിയൻസ് ടു wear dark clothes at night and in conditions with a dim light. The school authorities decided to choose a dark colored uniform for your school. Record your responses to the decision. Justify the answer with respect to road safety. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലേ? ഡാർക്ക് കളർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വിസിബിലിറ്റി കിട്ടത്തില്ല, അപകടങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യം നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? അങ്ങോട്ട് എഴുതിക്കോളുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്താ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി 11 തൊട്ട് അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.